നൈറ്റ് വെഡിങ് ആ നേരത്ത് റിപ്പോർട്ടിംഗ് ടൈം ചിലപ്പോൾ 9:30 10 ആയിരിക്കും. രാവിലെ കഴിയുന്നത് 12 മണിയോ, മനസ്സിലായോ? പിന്നെ ഫുഡും ഇല്ല, ഫുഡുള്ള പരിപാടി ഇല്ലല്ലോ, ഫുഡ് കഴിക്കാൻ പറ്റില്ല. നൈറ്റ് വെഡിങ് ശരിക്കും പറഞ്ഞാൽ പാക്കേജ് റേറ്റ് കൂട്ടണം. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. കേരളത്തിലെ വെഡ്ഡിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ടൈമില്ല, അല്ലെങ്കിൽ ഫുൾ തിരക്കാണ് എന്നുള്ളൊരു സംഗതി ഉണ്ട്. അപ്പോൾ പല ക്ലയൻസും നൈറ്റിലേക്ക് വെഡ്ഡിങ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ്? നിങ്ങൾ നല്ലതാണോ പൊട്ടയാണോ? ഞങ്ങളെ സംബന്ധിച്ച്, ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ച് അത് നല്ലൊരു ടാസ്ക്, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും. എന്തുകൊണ്ടാന്നുള്ളത് ഇപ്പോൾ നൈറ്റല്ലേ കുറച്ചുകൂടെ സൗകര്യം, നിങ്ങൾക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. അറിയാം, ഒന്നുമില്ല, ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു മോർണിംഗ് വെഡ്ഡിങ്, ഇപ്പോൾ ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണെന്ന് വെച്ചോ. ഓക്കെ, നമ്മൾ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് ഒരു റിപ്പോർട്ടിംഗ് ടൈം 7:30 ആയിരിക്കും മോർണിംഗ്. ഓക്കെ, ഈവനിങ് ഒരു 5:30 ആകുമ്പോൾ ഫുൾ വൈൻഡപ്പ് ആവും. ഓക്കെ, കഴിഞ്ഞു, വീട്ടിൽ വന്ന് കയറി പരിപാടി കഴിഞ്ഞു. നേരെ അത് നൈറ്റ് വെഡ്ഡിങ് ആ നേരത്ത് റിപ്പോർട്ടിംഗ് ടൈം ചിലപ്പോൾ 9:30 10 ആയിരിക്കും. രാവിലെ കഴിയുന്നത് 12 മണിയോ, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഫുഡും ഇല്ല, ഫുഡുള്ള പരിപാടി ഇല്ലല്ലോ, ഫുഡ് കഴിക്കാൻ പറ്റില്ല. കാരണം 10 നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ബ്രൈഡ് അല്ലെ ഗ്രൂമർ റെഡിയായി നിൽക്കണ്ടാവും. ഗെറ്റിംഗ് റെഡി എടുക്കുന്നു, ഗ്രൂപ്പ് എടുക്കുന്നു, നേരെ പള്ളിയിട്ട് ഇറങ്ങുന്നു. 3 മണിക്കായിരിക്കും പള്ളിയിലെ ഫംഗ്ഷൻ. പിന്നെ ഫുഡില്ല, ഉച്ചക്കലത്തെ ഫുഡ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നൈറ്റ് വെഡ്ഡിങ് ശരിക്കും പറഞ്ഞാൽ പാക്കേജ് റേറ്റ് കൂട്ടണം. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ഫ്രീലാൻസർക്കും കുറച്ച് പേയ്മെന്റ് കൂടുതൽ കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വർക്കിംഗ് ടൈം ശരിക്കും കൂടുതലാണ്. പിന്നെ അത് മാറി വന്നിട്ടുണ്ടായി, നമുക്കറിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കോമ്പറ്റീഷനാണ്. നമ്മളിപ്പോൾ ഒരു പാക്കേജ് റേറ്റ് പറഞ്ഞാൽ അപ്പോൾ തന്നെ വേറൊരു പാക്കേജ് എടുത്ത് 10 രൂപ കുറച്ച് കൊണ്ടുപോകുന്ന ആൾക്കാർ ഇവിടെ ക്യൂ. അപ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കത് സത്യം പറഞ്ഞാൽ നൈറ്റ് വെഡ്ഡിങ് ഞാൻ പറഞ്ഞേക്ക് നൈറ്റ് ആയിക്കോട്ടെ, അതൊരു ആഫ്റ്റർനൂൺ പരിപാടിയാണെങ്കിൽ കറക്റ്റാ ടൈമിങ്. ഇതല്ലല്ലോ, ഇവിടെ നേരെ ആകെ 2 മണിക്കൂർ ഗ്യാപ്പിലാണ് രണ്ടും വ്യത്യാസം വരുന്നത്. മോർണിംഗ് ആണെങ്കിൽ 7, നൈറ്റ് ആണെങ്കിൽ 10-10:30 അവിടെ റീച്ച് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്.